this is Lakshmi Krishna Kumar. Welcome back to my YouTube channel. Let's Lalaland. ഇന്ന് എന്താ ചെയ്യാൻ പോണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വീഡിയോ കണ്ട് മനസ്സിലാക്കിക്കോളൂ. അപ്പോൾ യെസ്, ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദ വീഡിയോ. അപ്പോൾ അവിടെ നിൽക്കുന്നത് സ്ത്രീയാണ്, തോട്ടത്തിൽപ്പോണ്ട് അവിടെ. അപ്പോൾ പിന്നെ ഞങ്ങൾ പ്രിൻ്റ് ഔട്ട് എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ പ്രിൻ്റ് ഔട്ടൊക്കെ എടുത്തിട്ട് അവളുടെ വീട്ടിൽ പോയിട്ട് നമുക്കത് ഒട്ടിക്കാം. അപ്പോൾ ഇതൊക്കെ നോക്കാം എങ്ങനെയായിരിക്കും. അപ്പോൾ പ്രിൻ്റ് ഔട്ട് എന്തായാലും ലേറ്റ് ആവും എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോഴത്തേക്കും നമുക്ക് പോയിട്ട് വീട്ടിലുള്ള സാധനങ്ങളൊക്കെ മേടിക്കാം. അവളുടെ അമ്മ ഒരു ലിസ്റ്റ് അയച്ചു കൊടുത്തിട്ടുണ്ട്, ഒരു ചെറിയ ലിസ്റ്റാണ്. അപ്പോൾ നമ്മൾ ആ കടയിൽ വന്നു. അപ്പോൾ ഇവിടുത്തെ സാധനം കടയിൽ നിന്ന് മേടിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ. എന്തായാലും കിട്ടിയിട്ടുണ്ട്, ഒരു 15 കിട്ടിയത്. അപ്പോൾ ഇത് ആദ്യത്തെ പിക്കാണ്, എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ എന്തായാലും അവിടെ ചെന്നിട്ട് ഫുള്ളായിട്ട് ഇനി ഒരു 5 പിക്കും കൂടി വരാനുണ്ട്. അതെല്ലാം കൂടി എടുത്തിട്ട് കാണിക്കുന്നതായിരിക്കും. ഇതെന്തായാലും കൊള്ളാം. അപ്പോൾ നമുക്കത് നോക്കാം. അപ്പോൾ ഞങ്ങൾ പ്രിൻ്റ് ഔട്ടിൻ്റെ സംഭവങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ വീട്ടിലേക്ക് പുറപ്പെടാൻ പോവാണ്. പ്രിൻ്റ് ഔട്ട് എല്ലാം കിട്ടിയിട്ടുണ്ട്. നമുക്ക് വീട്ടിൽ ചെന്നിട്ട് ഞാൻ കാണിച്ചും തരാം. അതേപോലെ ഞങ്ങൾ ഒട്ടിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ രാട്ട അവൾ റെഡി ആയിട്ട് ഒരുപാട് അപ്പം ഞങ്ങൾ അവളുടെ വീട്ടിലേക്ക് പോവുകയാണ്. വീട്ടിലോട്ട് പോവാണ്, ഞങ്ങൾ വീട്ടിലോട്ട് പോവാണ്. അല്ല, എനിക്ക് പേടിയേ, ഈ പോണങ്ങാണ് വീട്ടിലോന്നുള്ള പേടി. ആദ്യമായിട്ടാണ് ഈ വട്ടത്തരം കാണിക്കുന്നത് ഇങ്ങനെ. എനിക്ക് സത്യം പറഞ്ഞ എനിക്ക് ഭയങ്കര പേടി. എന്റെ ഫോൺ വീണ് പോകുന്നുണ്ട്. ആദ്യമായിട്ട് ഈ വട്ടത്തരം കാണിക്കുന്നില്ല, ഈ വട്ടത്തരം കാണിക്കുന്നത്. അപ്പൊ പിന്നെ എന്തായാലും അവരുടെ വീട്ടിലെത്തിയിട്ട് ഇത് എപ്പോഴത്തെ ഇങ്ങനെ എടുത്തെടുത്ത് പ്രാക്ടീസ് ചെയ്യാം. ഇതാണെങ്കിൽ എന്റെ ഫോൺ വീഴോ എന്നുള്ളൊരു പേടിയാണ്. അപ്പൊ എന്തായാലും വീട് കുറച്ച് ദൂരം ആകുമ്പോഴത്തേക്ക് എത്തും. യെസ് ഗൈസ്, അപ്പോൾ പിന്നെ നമ്മൾ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. നീ കുറച്ച് നേരം ഇരുന്നിട്ട് കാപ്പിയൊക്കെ കുടിച്ചിട്ട് വർക്ക് തുടങ്ങുന്നതായിരിക്കും. അതിന് മുന്നേ ഞാൻ പിക്ചേഴ്സ് കാണിച്ചു തരാവേ. അപ്പോൾ ഞാൻ പിക്ചേഴ്സ് കാണിക്കാമെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ നമുക്ക് പിക്ചേഴ്സ് കാണിക്കാം. ഹൈറ്റ് സീൻ കൂടി വന്നു. അപ്പോൾ യെസ്, അതാ കാണിച്ചോ നിൻ്റെ കലാപരിപാടികൾ. ആദ്യത്തെ പിക്ക് താണ്ടേ, ആഹാ ചാരുല. അത് കഴിഞ്ഞിട്ട് ശേഷം ഇതിന്റെ എക്സ്പ്ലനേഷൻ നീ കൊടുത്തോണേ, എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയത്തില്ല. എനിക്ക് ഐഡിയ പറഞ്ഞു തരുന്നുണ്ടോ? അതെന്തായാലും സൂപ്പർ. അപ്പോ ആന്റി എക്സ്പ്ലെയിൻ ചെയ്തത് കണ്ട, എനിക്ക് ഐഡിയസ് പറയണോ നിങ്ങളൊക്കെ. അപ്പൊ അടുത്ത പിക്ക് ഇതെന്താണ് സംഭവം? ഇതും മൂവിയാണ് അല്ലേ, പുള്ളിക്കാരിയുടെ ഫേവറേറ്റ് മൂവിയാണ്. ദെൻ അടുത്തത് അടുത്തത് ആരത്? ഇത് മ്യൂസിക് ആൽബം കണ്ടോ? ഇതെനിക്കറിയാലോ, ഇത് നമുക്ക് എല്ലാവർക്കും അറിയാം. കുമ്പളങ്ങി റൈസ് കണ്ടാ? ഓ ആ പടം ദൈവേ, ഷമ്മി ഹീറോ ഉണ്ടോ, ഹീറോ. ഇത് നമ്മുടെ മമ്മൂക്ക. അത് കഴിഞ്ഞതിന് ശേഷം മ്യൂസിക്കിൻ്റെ ഒരു ഇതാണ്, മ്യൂസിക് പ്രേമിയാണ്. അപ്പോൾ പിന്നെ അങ്ങനെ നമ്മുടെ ലാലേട്ടൻ. അത് കഴിഞ്ഞ് ഇത് കുറച്ച് പിക്സലൈസ് ആയി, ബ്ലറായിപ്പോയി. ആരാണെന്ന് എനിക്ക് അറിയത്തില്ല, മ്യൂസീഷ്യനാണ്. ഇത് നമുക്കറിയാം, ഒബാമ. അപ്പോൾ യെസ്, ഇത് കൊള്ളാല് സെറ്റ് ആയിട്ടുണ്ട്. പിന്നെ അടുത്ത നമ്മുടെ ലെജൻഡറി ഐറ്റമാണ്, ലെജൻഡറി സാറാണ്, സോ അബ്ദുൽ കലാം. യെസ്. ദെൻ അടുത്തത് ഇതെനിക്ക് അറിയത്തില്ല ആരാണെന്ന്, പക്ഷേ ഇത് പിക്കി ബ്ലൈൻഡ്. അപ്പോൾ അത് തന്നെ, ബ്രോക്കൻ, ഐ എം ഓൾറെഡി ബ്രോക്കൻ എന്ന് പറയുന്ന ആളാണ്. ദെൻ ഇതെനിക്ക് അറിയത്തില്ല ആരാണിത്.
ഇത് അവളുടെ ഫേവറേറ്റ് മൂവിയാണെന്ന് പറഞ്ഞായിരുന്നു. എനിക്കറിയത്തില്ല, ഞാൻ കണ്ടിട്ടില്ല. ഇത് സത്യജിത് റായ്. ഇതെന്താണ് സംഭവം? പോസ്റ്റർ. സിദ് ശ്രീറാം. പിന്നെ ഇത് മൈക്കിൾ ജാക്സൺ. ഡേഞ്ചറസ്. ആ പാട്ട്, അത് മാത്രമേ എനിക്ക് അറിയത്തുള്ളൂ കേട്ടോ. ഇല്ല, വേറെ പാട്ട് അറിയാം, പക്ഷെ എനിക്ക് ഓർമ്മയില്ല. ഇത് മൈക്കിൾ ജാക്സന്റെ കണ്ണ്. അടുത്ത ഡോണ്ട് ഹൈഡ് ഫ്രം ഹൂ യു ആർ. റിഹാന. യെസ്. ഈ പിക്കാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു കേട്ടോ, സൂപ്പർ ആയിട്ടില്ലേ, അടിപൊളി. ഈ പുള്ളിക്കാരിന്റെ ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട്, മറ്റേ സ്പൈഡറിന്റെ വായിലോട്ട് ഇട്ടിട്ട് വന്നിട്ട് ഇങ്ങനെ ഫോട്ടോ എടുക്കുന്നത്. ഓക്കെ, അപ്പൊ പിക്ചേഴ്സ് ഒക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് ഒട്ടിക്കേണ്ട പരിപാടിയാണ്. അതിന് കുറച്ച് നേരം കഴിഞ്ഞതിന് ശേഷം കൈയൊക്കെ ഒന്ന് കഴുകി മോതൊക്കെ ഒന്ന് കഴുകി ഒന്ന് ഫ്രഷ് ആയിട്ട് നമ്മളിത് ചെയ്തതായിരിക്കും. അപ്പോൾ നമ്മൾ വണ്ടി കഴുകാമെന്ന് വിചാരിച്ചു. അപ്പോൾ വണ്ടി കഴുകി കഴിഞ്ഞതിന് ശേഷം നമ്മൾ വോൾ ഒട്ടിക്കുന്നതായിരിക്കും. വണ്ടി കഴുകുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നോക്കിക്കോളൂ. ഇവിടെ നല്ല വെയിലുണ്ട് ഗൈസ്. എൻ്റെ ദൈവമേ, എടുത്ത് നിൽക്കാൻ ഒക്കുന്നില്ല. അപ്പോൾ അവൾ വണ്ടി കഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് അവളുടെ വീടൊക്കെ സെറ്റ്. അതിൻ്റെ അകത്തുനിന്ന് അങ്ങോട്ട് പോകുമ്പോഴാണ് വീട്. അവളവിടെ വണ്ടി കഴുകിക്കൊണ്ടിരിക്കുന്നു. ഇതാണ്ട് ഇവിടെയൊക്കെ തുടച്ച് വൃത്തിയാക്കി കഴുകുകയാണ് അവൾ. യെസ്, ഭയങ്കര വെയിൽ, അതാണ് പ്രശ്നം. ഞാൻ പിന്നെ തണലത്തോട്ട് നോക്കുകയാണെങ്കിൽ, പക്ഷേ ഇവിടുത്തെ ഗാർഡനിങ് ഒക്കെ അടിപൊളിയായിട്ടുണ്ട്. നോക്കിയ ഗൈസ്, എല്ലാം ചെടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെ ആണെങ്കിലും അപ്പുറത്താണെങ്കിലും എല്ലാം നല്ല ഭംഗിയായിട്ടുണ്ട് അല്ലേ. അപ്പോൾ കാപ്പി റെഡി ആയിട്ടുണ്ട്. ഇതാണ്ടേ ഇവിടുത്തെ കാപ്പി പൊളിയാണ്, ഒരു രക്ഷയില്ല. കാപ്പി സൂപ്പറാണ്. കാപ്പി കുടിക്കുമ്പോഴത്തേക്കും അങ്ങ് എനർജറ്റിക്കോ. എന്നിട്ട് ഞങ്ങൾ പോയി വർക്ക് ചെയ്യുന്നതായിരിക്കും. യെസ്, കാപ്പി കുടിച്ചിട്ട് അപ്പോൾ ഒട്ടിക്കാനായിട്ടുള്ള സാധനങ്ങളൊക്കെ റെഡിയാണ്. പോവാണ്. ഇവിടാണ് ആ സ്പേസ്, ഒട്ടിക്കുന്ന സ്പേസ്. ഇവിടെ ഫുള്ള് കാണിച്ചു തരാവേ. ഇവിടാണ് നമ്മൾ ഒട്ടിക്കാൻ പോകുന്നത്. ഈ ഒരു സ്പേസിലാണ് നമ്മളിങ്ങനെ വെച്ച് നോക്കി ഒട്ടിക്കാൻ പോകുന്നത്. പ്ലാൻ മാറ്റി അവിടെ ഒട്ടിക്കാനാണ് പ്ലാൻ ചെയ്തിരുന്നത് നേരത്തെ. പക്ഷേ ഇപ്പോൾ നമ്മൾ വേറെ സ്ഥലത്തോട്ടാണ് ഒട്ടിക്കാൻ പോകുന്നത്. അത് കാണിച്ചു തരാവേ. നമ്മൾ ആദ്യം പ്ലാൻ ചെയ്തിരുന്നത് ഇപ്പുറത്തെ റൈറ്റ് സൈഡിലോട്ടായിരുന്നു. ഇപ്പം നമ്മൾ ഒട്ടിക്കാൻ പോകുന്നത് നേരെയാണ്. നടുക്കത്തെ ആ എംറ്റി വോളിലാണ് നമ്മൾ ഒട്ടിക്കാൻ പോകുന്നത്. സോ യെസ്, നമ്മൾ അവളുടെ അതിൻ്റെ തിരക്കിലാണ്. ഇങ്ങനെ ഏതൊക്കെയാണ് ഒട്ടിക്കേണ്ടത്, എന്തൊക്കെയാണ് ഒട്ടിക്കേണ്ടത് എന്നുള്ള രീതിയിൽ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ നമ്മൾ അതൊക്കെയാണ് ഇപ്പോൾ ഇവിടെ ഒട്ടിക്കാൻ പോകുന്നത്. സോ യെസ്. ഇത് വന്നിട്ട് ഈ ഫോട്ടോസിൻ്റെ ബാക്ക് സൈഡിൽ വന്നിട്ട് ഡബിൾ സെല്ലോ ടേപ്പ് എടുത്ത് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ദാണ്ട് 4 സൈഡും. സോ യെസ്, കാണാൻ പറ്റുന്നുണ്ടോ? അതെ, അപ്പോൾ ചെയ്തിട്ടുണ്ട്. ഇനി അവസാനം ഭിത്തിയിൽ ഒട്ടിക്കുന്നതായിരിക്കും. ഗൈസ്, അപ്പോൾ നമ്മൾ ഒട്ടിക്കാൻ പോകണേ. അവൾ തുടങ്ങി. അപ്പം ഞാനും പോയി ഒന്ന് സഹായിച്ചു കൊടുക്കട്ടെ, പാവം. അപ്പോൾ ഗൈസ്, അപ്പോൾ അത് ശരിയായിട്ട് വരുന്നുണ്ട്. പകുതി ആയുള്ളൂ. കാരണം എന്താണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, കാണുന്നുണ്ടോ ബാക്കിൽ നല്ല രസമുണ്ടല്ലോ. ഇത് മൊത്തത്തിൽ ഒട്ടിച്ച് വരുമ്പോഴത്തേക്ക് നല്ല ഭംഗിയുണ്ടാവും. പകുതി പേപ്പേഴ്സിന് മറ്റേ ഡബിൾ സെല്ലോ ടേപ്പ് അല്ലേ, ഡബിൾ സെല്ലോ ടേപ്പാ, എന്താ പറയണേ, ഡബിൾ സൈഡ് സെല്ലോ ടേപ്പ്. അത് തീർന്നുപോയി. അപ്പം നമ്മൾ കടയിൽ പോയി അത് മേടിച്ചിട്ട് ബാക്കിയുള്ളതിനും കൂടി ഒട്ടിച്ചിട്ട് ബാക്കിയുള്ളത് വോളിൽ ഒട്ടിക്കുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺഡ്.
പറയാ ഗൈസ്, ഐ ലുക്ക് ഷിറ്റ്. അപ്പൊ ഞാൻ അയ്യോ സെല്ലോ ടേപ്പ് മേടിക്കാൻ ഡബിൾ സെല്ലോ ടേപ്പ് മേടിക്കാൻ വേണ്ടിട്ട് പോവാണേ. പോയിട്ട് വന്നിട്ട് ഇനി ബാക്കി പറയാം. ഡബിൾ സൈഡ് സെല്ലോ ടേപ്പ് മേടിക്കാൻ വേണ്ടിട്ട് പോവാണ്. തീർത്ത് അയ്യോ ഭയങ്കര ഇത് ചൂട് ഗൈസ്. നമുക്ക് പോട്ടെ. അയ്യോ അയ്യോ ഞാൻ എന്താണ് ക്യാമറ ഇപ്പൊ ഓണാക്കി വെച്ചിരുന്നത് പോന്നെ കാണാൻ. എന്നെ കാണാൻ പറ്റുന്നുണ്ടോ? രണ്ട് മുടി മാത്രം കാണാൻ വെക്കുന്നുണ്ടല്ലേ. അപ്പൊ യെസ് ഗൈസ്, ഞാനേ കടയിലോട്ട് പോവാ. നമുക്ക് പോകുന്ന വഴി എന്തെങ്കിലും എടുക്കാം. ഹെൽമെറ്റ് എടുക്കണ്ടേ? ആരെങ്കിലും എടുത്തോണ്ട് വത്തില്ലേ? കടയിലോട്ട് പോകുന്ന വഴി. എന്നെ കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക് ഗൈസ്? എന്നെ കാണാൻ പറ്റുന്നുണ്ടോ? എനിക്ക് തോന്നുന്നില്ല എന്നെ കാണാൻ പറ്റുന്നുണ്ടോ. നീ തൊപ്പിയൊക്കെ വെച്ചിട്ട് ഇവിടെ ഭയങ്കര വെയിലാണ്. അപ്പം പിന്നെ സെല്ലോ ടേപ്പ് മേടിക്കാനായിട്ട് നമ്മൾ എത്തിയിട്ടുണ്ട്. നമ്മളിപ്പോൾ കടയിലോട്ട് കയറാൻ പോവാം. എനിക്ക് വയ്യ, സൂപ്പർ മാർക്കറ്റിൽ എനിക്ക് ഇഷ്ടമുള്ള പാട്ടിട്ടേക്കുന്ന എനിക്ക് വയ്യ. ഡബിൾ സെല്ലോ ടേപ്പിന് സൂപ്പർ മാർക്കറ്റിൽ വന്ന് ആകെ വെട്ടിയിരിക്കുന്നത്. ഓക്കെ, എനിക്ക് ഇഷ്ടപ്പെട്ട പാട്ടാണ് ഇട്ടേക്കുന്നത്. കൊക്കോള മേടിച്ചു ഗൈസ്. കൊക്കോള നീയല്ല ഡബിൾ സെല്ലോ ടേപ്പിന് ഒരു വലിയ സൂപ്പർ മാർക്കറ്റിൽ കൊണ്ടുവന്നേക്കുന്നത്. ഹായ് ഗൈസ്, അപ്പോൾ ഞങ്ങൾ സെല്ലോ ടേപ്സ് വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ സെല്ലോ ടേപ്പ് ഒട്ടിച്ചിട്ട് പണി തുടങ്ങാൻ പോവാം. യെസ് ഗൈസ്, നമ്മൾ ഒട്ടിച്ച് എന്തായാലും റെഡി ആക്കിയിട്ടുണ്ട്. എന്തായാലും അപ്പുറത്തെ സൈഡ് ഒരു വോൾ എം ടി ആയിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നല്ലോ, അവിടെ നമ്മൾ CD പെയിന്റ് അടിച്ചിട്ട് അവിടെ ഒട്ടിക്കാൻ പോവാം. അപ്പോൾ ഫിനിഷിംഗ് ലുക്ക് അവസാനം കാണിക്കുന്നതായിരിക്കും. അപ്പോൾ നോക്കണേ എല്ലാവരും. അപ്പോൾ യെസ് ഗൈസ്, പോസ്റ്റർ അടിക്കാൻ പോവാണ്. അപ്പോൾ യെസ് ഗൈസ്, പോസ്റ്റർ അല്ല, പോസ്റ്റർ കളേഴ്സ് അടിക്കാൻ പോവാണ്. നമ്മൾ കളർ അടിച്ച് കഴിഞ്ഞതിന് ശേഷം അവള് അടി തുടങ്ങി. പെയിന്റ് അടിക്കാൻ തുടങ്ങി. ഇനി അടുത്തത് ഞാൻ പെയിന്റ് അടിക്കാൻ. അപ്പൊ അവള് പെയിന്റ് അടി തുടങ്ങി. അപ്പൊ അതേപോലെ തന്നെ പോസ്റ്റർ കളേഴ്സ് ആരും അടിച്ചോണ്ടിരിക്കുന്നത്. ഞാനും അടുത്ത CD എടുത്ത് പെയിന്റ് അടിക്കുന്നതായിരിക്കും ഗൈസ്. അവള് ചിരിക്കുന്നത് എന്താണെന്ന് കാര്യം മനസ്സിലായല്ലോ. സോ യെസ്, പെയിന്റ് അടിച്ചിട്ട് വരാവേ ഗൈസ്. അപ്പൊ പെയിന്റ് അടിച്ചിട്ട് വരാവേ. പെയിന്റ് അടിച്ച് കഴിഞ്ഞതിന് ശേഷം ഫിനിഷിംഗ് ലുക്ക് കാണിക്കുന്നത്. കഴിഞ്ഞതിന് ശേഷം കാണുന്നത്. എൻ്റെ തലയിലല്ലോ, എൻ്റെ കയ്യിൽ ഫുള്ള് പെയിന്റ് ആയി. അപ്പൊ നമ്മൾ ഇത് ഒട്ടിച്ചിട്ട് ഫൈനൽ ലുക്ക് കാണിക്കുന്നതായിരിക്കും.
സക്സസ്ഫുൾ ആയിട്ട്. അപ്പോൾ ഫൈനൽ ലുക്ക് ഞാൻ കാണിച്ചു തരാവേ. ഫൈനൽ ലുക്ക് കാണിക്കുന്നതിന് മുമ്പേ നമുക്കൊരു ലെമൺ റൈസ് കഴിച്ചാലോ? അപ്പൊ യെസ്, ലെമൺ റൈസിന്റെ സ്പെഷ്യൽ ആന്റിയാണ്. അപ്പൊ ഇന്നത്തെ സ്പെഷ്യൽ ആയിട്ട് ലെമൺ റൈസ് നമുക്ക് വേണ്ടി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. 2 ലെമൺ എടുത്തരിഞ്ഞു. ഇതിപ്പോ 3ാമത്തെ ലെമൺ ആണ്. Then 4th one, 5th one, 6th one. അപ്പോ 6 എണ്ണമാണ്. നമുക്കിനി അതിന്റെ ജ്യൂസ് എടുക്കാം. അപ്പോൾ കൈവച്ചെടുത്താലും മതി. കൈവച്ചെടുക്കുകയാണെങ്കിൽ മറ്റേ ഫിൽറ്റർ ചെയ്തെടുക്കണം. മറ്റേ കുരുവെല്ലാം പോകുന്ന രീതിക്ക് എടുക്കണം. ഇതാവുമ്പോൾ എളുപ്പം പണി കഴിഞ്ഞു. ഇതാണ്ട് നമ്മുടെ ലെമൺ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ ലെമൺ ജ്യൂസിലേക്ക് മഞ്ഞൾപ്പൊടി, ഉപ്പ് ആവശ്യത്തിന്, പിന്നെ കായപ്പൊടി, ഇതെല്ലാം കൂടി ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക. അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഹോട്ട് തവയിലേക്ക് എണ്ണ ഒഴിക്കുക. അത് കഴിഞ്ഞതിന് ശേഷം കടുകിടുക. പിന്നെ 4 കാഞ്ഞമുളക് ഇടുക. 4 3 ഇടാം. നല്ല ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാവും. അപ്പോഴത്തേക്കും കണ്ടോ ഗൈസ്, ഇതിങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് കായപ്പൊടി എടുത്തിടാം. അത് കഴിഞ്ഞതിന് ശേഷം മുളക്, ജിഞ്ചർ, അതായത് ഇഞ്ചി, കരിവേപ്പില, ഇതെല്ലാം കൂടി ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരത്തെ ചെയ്ത് വെച്ച ലെമൺ ജ്യൂസ് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അത് നല്ലപോലെ മിക്സ് ചെയ്യുക. അത് കഴിഞ്ഞതിന് ശേഷം ഉപ്പുണ്ടോ എന്ന് വേണമെങ്കിൽ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഉപ്പില്ലെങ്കിൽ നമുക്ക് കുറച്ച് ഉപ്പിടാവുന്നതാണ്. ഉപ്പാണ് ഇപ്പം ഇട്ടത് കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം നല്ല പച്ചടി ചോറുണ്ട്. അത് പതുക്കെ നമ്മൾ ചെയ്ത് വെച്ചേക്കുന്ന ആ ലെമൺ ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കണം. വൈറ്റ് റൈസ് വരാതെ നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ലെമൺ റൈസ് റെഡി ആവും. അപ്പം നമ്മുടെ ലെമൺ റൈസ് റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മൾ കഴിച്ചു നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് ഞാൻ പറയും. ആൻറ്റിയുടെ സ്പെഷ്യലാണ്, നോക്കാം. ലെമൺ റൈസ് മാത്രമല്ല, ഇതിൻ്റെ അകത്ത് മുട്ട പൊരിച്ചതും ഉണ്ട്, ഗൂസ് പൊരിയലും ഉണ്ട്. ഗൂസ് പൊരിയൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ ക്യാബേജ് തോരൻ, അതാണ് സംഭവം. അപ്പം നമുക്കിത് കഴിച്ചു നോക്കാവേ എങ്ങനെ ഉണ്ടെന്ന്. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഒരു കൊള്ളാം. മുട്ട ഓംപ്ലേറ്റും അടിപൊളിയായിട്ടുണ്ട്. എല്ലാം അടിപൊളിയായിട്ടുണ്ട്, സൂപ്പർ ആയിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ചിക്കൻ അച്ചാറോ? അങ്ങനത്തെ ഒരു അച്ചാറുണ്ട്, എനിക്ക് അറിഞ്ഞൂടായിരുന്നു. അപ്പൊ പിന്നെ യെസ്, ചിക്കൻ അച്ചാറും ലെമൺ റൈസും മുട്ട ട്വിൻ ബേർഡ്സിന്റെ ചിക്കൻ അച്ചാർ. അപ്പൊ യെസ്, അടിപൊളി ടേസ്റ്റ് ആണ്, നല്ല രസമുണ്ട്. കാബേജിന്റെ നല്ല ടേസ്റ്റ് ഉണ്ട്. ഉപ്പും കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. എല്ലാം പാകത്തിന് വന്നിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. അപ്പൊ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യാം. ഇതാണ് ഫൈനൽ ലുക്ക്. എങ്ങനെയുണ്ട് ഗൈസ്? പൊളിച്ചില്ലേ? യെസ്, അപ്പൊ ഇതാണ് ഫൈനൽ ലുക്ക്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ഗൈസ്. താങ്ക് യു സോ മച്ച്. അപ്പൊ യെസ് ഗൈസ്, വൈകുന്നേരത്തെ ചായ നമുക്ക് കിട്ടി. അപ്പൊ ചായ കുടിച്ചിട്ട് ഞാൻ ഇറങ്ങുകയാണ് ഇവിടുന്ന്. അപ്പൊ അതിന് മുന്നേ ലാസ്റ്റ് ആയിട്ട് ഒരു സർപ്രൈസും കൂടി ഉണ്ട്, നോക്കിട്ട്. ഫിനിഷിംഗ് ലുക്ക് ഇതാണ്. ഇവിടെ വന്നിട്ട് ആ CD ഞങ്ങൾ പെയിന്റ് അടിച്ചത് മൊത്തം ഇവിടെ ഒട്ടിച്ചിട്ടുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു അടിപൊളിയായിട്ട് വരും എന്തായാലും വീഡിയോ എടുക്കുമ്പോൾ. അതേപോലെ തന്നെ ഇവിടെ ബാക്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതൊക്കെയാണ്, സൂപ്പർ ആയിട്ടുണ്ട്. എന്തായാലും ഒട്ടിച്ചതൊന്നും ഹാർഡ് വർക്ക് ഒന്നും വേസ്റ്റ് ആയിട്ട് പോയിട്ടില്ല, സൂപ്പർ ആയിട്ടുണ്ട്. ഹാർഡ് വർക്ക് പ്ലസ് സ്മാർട്ട് വർക്ക് ആയിരുന്നു ഈ സംഭവം, ബിക്കോസ് ഇത് ഇൻസ്റ്റന്റ് ആയിട്ട് ചെയ്തതാണ്. ആൻഡ് യെസ്, അതേപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. അതേപോലെ ഡേ സ്പെൻഡ് വെല്ലായിരുന്നു. അപ്പോൾ പിന്നെ ഈ അടിപൊളിയായിട്ടുള്ള ഈ സ്പെൻഡ് ചെയ്ത ഒരു ദിവസം വന്നിട്ട് തന്നെ നമ്മുടെ ശ്രീക്കും ശ്രീയുടെ ഫാമിലിക്കും ഒരുപാട് നന്ദിയുണ്ട്. അതേപോലെ ലെമൺ റൈസ് ഒക്കെ എല്ലാവരും കഴിച്ചിട്ട് നല്ല അടിപൊളിയായിട്ടിരിക്കുക. അപ്പോൾ ബൈ ബൈ.